ഓക്കെ. അപ്പോ ഞാനാണ് സെക്കൻഡ് ഇയറിന്റെ ക്ലാസ് ഇൻചാർജ് ആയിട്ട് വരുന്നത്. എന്റെ പേര് ആഷ്മി എന്നാണ്. അപ്പൊ ഞാനായിരിക്കും കേട്ടോ 107 ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഒരു ഇയർ മൊത്തം 107 ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് സബ്ജക്ട് പരമായിട്ടോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതിന്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും സെക്കൻഡ് ഇയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അതായത് എങ്ങനെയായിരിക്കും എന്റെ ക്ലാസ് പോകുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടാവുക എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഇഗ്നോ ടെസ്റ്റ് വെച്ചിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ടോപ്പിക്കുകളും ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രാവശ്യം തൊട്ടുള്ളതാണ് എങ്ങനെയാണ് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല് അത് അറ്റൻഡ് ചെയ്യണ്ടേ എന്നുള്ളൊരു മോഡല് ഞങ്ങൾ കാണിച്ചു തരും. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ എഴുതാനായിട്ട് നോക്കണം കേട്ടോ. ഒരു മോഡല് ഞങ്ങൾ കാണിച്ചു തരും, അതനുസരിച്ച് എന്ത് ചെയ്യാ, എഴുതാനായിട്ട് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോ നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടൊരു ചോദ്യമാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കണ്ടോ. ഡിസ്കസ് ദ ഡെഫിനേഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജിക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി, ഇങ്ങനെ 2-3 തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിനെങ്ങനെയാണ് ആൻസർ എഴുതണ്ടേ എന്നുള്ള ഒരു മോഡലാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണ് ഇതിനെ ആൻസർ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് സ്ട്രക്ചർ ചെയ്ത് എഴുതാം എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഡെഫിനേഷൻ ഉണ്ട്, പിന്നെ നേച്ചർ എന്താണെന്നുള്ളത് ഉണ്ട്, അതിന്റെ ഒരു 3 പോയിന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്കോപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ, ഞാനൊരു മോഡൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കി തരും കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പിന്നെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ എന്ത് ചെയ്യാ, ഇതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് ആൻസർ ഉണ്ടാക്കി എഴുതാനായിട്ട് നോക്കുക. ഇനി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇന്നും ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക കേട്ടോ. അതായത് ആദ്യം നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും, അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരും, അതെങ്ങനെയാണ് എഴുതേണ്ടത്. ഇതേപോലത്തെ ഒരു മോഡലാക്കി നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. എഴുതിയത് എനിക്ക് അയച്ചു തരാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് എല്ലാ ചാപ്റ്ററും തുടങ്ങുമ്പോൾ ഇഗ്നോ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒരുവിധം പോർഷൻസ് എന്ത് ചെയ്യും, ഏതൊക്കെയാണെന്നുള്ളത് കവർ ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈക്കോസ്റ്റയുടെ മെറ്റീരിയൽ വെച്ച് ക്ലാസ് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. നമുക്ക് ഇനി മെയിൻ ആയിട്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ഇനിയിപ്പോ ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എന്റെ സ്പീഡ് കൂടുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടോ? ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, റെസ്പോണ്ട് ചെയ്യണേ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ, അപ്പോ യൂണിറ്റ് 1ന്റെ പേര് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നതാണ്. ഇത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ നമുക്ക് ഏകദേശം 2 മെയിൻ പാർട്ടുകളാണ് പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആകെ 2 ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചു കാണാറുള്ളൂ. ഒന്ന് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി, പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സും. ഈ 2 പാർട്ട് തന്നെ ഈ ചാപ്റ്ററിലുള്ളൂ. അത്യാവശ്യം സിമ്പിൾ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരുവിധം എല്ലാ തവണയും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം കേട്ടോ. അപ്പോ ഈ ഒരു 2 പോർഷനെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ നമ്മുടെ ഡെഫിനേഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അതിൽ നേച്ചർ പറയുന്നുണ്ട്, സ്കോപ്പ് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ്
ഉൾത്തിരിഞ്ഞു വന്നത്, എങ്ങനെയാണ് ഇന്ന് കാണുന്ന സോഷ്യൽ സൈക്കോളജിയിലേക്ക് എത്തിയത് എന്നുള്ളൊരു ഹിസ്റ്ററി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതാണ് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ നമുക്ക് ടെസ്റ്റ് വെച്ചിട്ട് നോക്കാം. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമുക്ക് നമ്മുടെ സൈക്കോസ്റ്റയുടെ മെറ്റീരിയലിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് സോഷ്യൽ സൈക്കോളജി എന്താണ്, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ റെലവൻസ് എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട്. അതാണ് നമ്മൾ ആദ്യത്തെ പോർഷനിൽ നോക്കുന്നത്. സോഷ്യൽ സൈക്കോളജി നമുക്കറിയാം മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് എന്ത്, സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ സൈക്കോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റില് ഹ്യൂമൻസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. മറ്റുള്ളവർ നമ്മുടെ തോട്ടിനെ, നമ്മുടെ ഫീലിങ്ങിനെ, നമ്മുടെ ഇമോഷൻസിനെ ഒക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ എന്തിൽ നോക്കുന്നത്, ഈ ഒരു സബ്ജക്റ്റില് നമ്മൾ മെയിൻ ആയിട്ടും കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. ജസ്റ്റ് എക്സാമ്പിളുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ കവർ ചെയ്യുന്നത്. അതായത് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ബിഹേവിയറിന് മാറ്റങ്ങൾ വരുന്നതെന്നുള്ളതാണ് ഫസ്റ്റത്തെ എക്സാമ്പിൾ. ഒരു 3-4 എക്സാമ്പിൾ പറയുന്നുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ പറയാണ്, നമ്മളൊരു ജോബ് ഇന്റർവ്യൂവിന് പോവാണ്. അതായത് നമ്മളൊരു ജോലിയുടെ ഇന്റർവ്യൂവിന് പോവാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നന്നായിട്ട് ഡ്രസ് ചെയ്യുന്നു, അത്യാവശ്യം നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ ഡ്രസ് ചെയ്യുന്നു. ഇന്റർവ്യൂ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മളെ പോലെ തന്നെയായിരിക്കും ഏകദേശം എല്ലാവരും ഡ്രസ് ചെയ്തിട്ടുണ്ടാവുക. അതെന്താണ്, ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. നമുക്കറിയാം ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഭയങ്കര ടക്കിങ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ് ആയിരിക്കണം, ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ, ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് യോജിച്ച ഒരു ഫോർമൽസ് ആയിരിക്കണം ഇട്ടിട്ടുണ്ടാവുക എന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതെന്താണ്, ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇടുന്നത് അതുപോലെ തന്നെ നമുക്കും ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അതൊരു എക്സാമ്പിൾ ആണ്, മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നമുക്കറിയാം, നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇന്റർവ്യൂവിന് പോകുന്നുണ്ടാവുക, പക്ഷെ അതിന് മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ്, ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവേണ്ടത്, ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഫോർമൽസ് ഇട്ടിട്ടുണ്ടായിരിക്കണം, ഇങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കുറെ നോളജ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യുക. ഇതൊരു സോഷ്യൽ ഇൻഫ്ലുവൻസിന് എന്താണ്, ഒരു ഉദാഹരണമാണ്. അതുപോലെ നിർഭയ കേസ് പറയുന്നുണ്ട്. നമ്മുടെ ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു നിർഭയ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ആയിരക്കണക്കിന് ആൾക്കാർ പല നാടുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിരോധിച്ചിട്ടുണ്ട്. മീൻസ് ഇന്നൊരു സംഭവം നടന്നപ്പോ ആ കുട്ടിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് നിന്നിട്ടുണ്ട്. അത് ഒരു നാട്ടിലെ ആൾക്കാരല്ല, ഒരുപാട് നാട്ടിലെ ആൾക്കാരാണ്. അതെന്താണ്, ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി, അബ്രഹാം ലിങ്കൻ, നെൽസൺ മണ്ടേല, ദലായ് ലാമ എന്ന് പറയുന്ന ഒരുപാട് പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ തിങ്കിങ്ങും അല്ലെങ്കിൽ അവരുടെ പാറ്റേണും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പോലുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങള് അല്ലെങ്കിൽ അബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഒക്കെ നമ്മൾ പണ്ടൊട്ടേ പഠിക്കുന്നുണ്ട്. അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്ട്രൈക്ക് ചെയ്യാറുമുണ്ട്. അപ്പൊ മറ്റുള്ളവർ നമ്മളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങള്, മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഒരു ഹ്യൂമൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ ചിന്തകളെ, നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ ബിഹേവിയറിനെയൊക്കെ മറ്റുള്ളവർ അല്ലെങ്കിൽ അതേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മള് സ്വയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പെരുമാറുന്നതും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ പെരുമാറുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതേ സാഹചര്യം, അതിന്റെ റീസൺസ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കണേ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഡെയിലി ലൈഫിന്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മള് വീട്ടിലായിരിക്കുന്നതും പുറത്തൊരു സ്ഥലത്ത് ഇറങ്ങി നിൽക്കുന്നതും അപ്പൊ ബിഹേവ് ചെയ്യുന്നതും എന്താണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ എന്റെ കാര്യം വെച്ച് പറയാം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്, ഞാൻ എന്ത് ചെയ്യാണ്, ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്.
അപ്പൊ ഹോസ്റ്റലിൽ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന കുട്ടികളിലൊക്കെ പെരുമാറുന്നതും അതേപോലെ തന്നെ ഞാൻ എന്റെ വർക്ക് അറ്റ്മോസ്ഫിയറിൽ ഇവിടെ ജോലിക്ക് വരുമ്പോൾ ഞാൻ പെരുമാറുന്നതും എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഒരുപാട് ആൾക്കാർ കൂടി ഇരിക്കുന്ന സമയത്തും ഞാൻ പെരുമാറുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റില് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് പഠിക്കാനായിട്ട് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പൊ സോഷ്യൽ സൈക്കോളജി എന്താണ്, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടോ? സോഷ്യൽ സൈക്കോളജി സിമ്പിൾ ആണ്, കൺസെപ്റ്റ് ആണ്. ആ പേര് പോലെ തന്നെ സോഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റി, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ എൻവയോൺമെന്റ് എന്നൊക്കെ ഉള്ളതാണ് സോഷ്യൽ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ സൈക്കോളജി നമ്മൾ മറ്റുള്ളവരെ പറ്റി പഠിക്കുന്നു, മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നു, മറ്റുള്ളവർ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ തോട്ട്സിനെ ഒക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നു. ഇത്രയേ ഉള്ളൂ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാല്. അത് മറ്റുള്ളവരെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതേഴ്സിനെയാണ്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇത് നമ്മൾ മെയിൻ ആയിട്ട് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുകയാണ്. അതെങ്ങനെയാണ് പഠിക്കണേ, കുറെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടും അതുപോലെ കുറെ തിയറീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി, സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ കണ്ടന്റ് ആണ് ഡെഫിനേഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതും അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും ആണ്. അപ്പൊ ഈ ഒരു രണ്ട് പോർഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിനുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പാഠാണ്. ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡെഫിനേഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. അപ്പോ ക്ലാസ് എടുത്ത അപ്പൊ തന്നെ ഒരുമിച്ച് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. അതായത് പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാനിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. എന്ന് വെച്ച് ഞാനും ഈ ഒരു ഇത് കഴിഞ്ഞു വന്നതാണ്. നമുക്കറിയാം എന്നും പഠിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ സാധിക്കുന്നുണ്ടായിരിക്കില്ല. തലേ ദിവസം തന്നെയായിരിക്കും വീണ്ടും ബുക്ക് എടുക്കുന്നുണ്ടാവുക. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യാ, നമ്മൾ ക്ലാസ് എടുക്കുന്നത് ലെക്ചർ എഴുതാനായിട്ട് നോക്കുക. അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം എഴുതി വെക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഒന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എക്സാമിന്റെ സമയത്ത് നോക്കിയാൽ മതി. അപ്പൊ പിന്നെയും കുറച്ചെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടാവും, ആ ഒരു പാഠഭാഗമായിട്ട് പരിചയം ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കാനായിട്ട് നോക്കുക, ലെക്ചർ എഴുതുക. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മോഡൽ ഞാൻ കാണിച്ചു തരും. അപ്പോ ആ ഒരു നേച്ചർ സ്കോപ്പ് നിങ്ങൾ എഴുതണ്ട. പിന്നെ നിങ്ങൾ എഴുതേണ്ട വരുന്നത് ഏതാണ്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിൽ ഇപ്പോൾ ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരും. അപ്പൊ എന്ത് ചെയ്യാ, ആ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചറിൽ ഒരു ആൻസർ ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരാനായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഞാനത് ചെക്ക് ചെയ്ത് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും പെട്ടെന്ന് അത്യാവശ്യം ആൻസറുകളൊക്കെ തലയിൽ കയറാനും ആ ഒരു ചാപ്റ്റർ ആയിട്ട് പരിചയം വരാനും, ഇനി പരീക്ഷയുടെ തലേ ദിവസം നമുക്ക് അത്ര ഡിഫിക്കൽട്ടി വരില്ല പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ഇനി നമ്മുടെ ക്ലാസ്സുകളൊക്കെ എന്നും പോകുന്നുണ്ടാവുക. ഇനിയിപ്പോ നമുക്ക് മെയിൻ നമ്മുടെ പോർഷനിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് സൈക്കോസ്റ്റയുടെ നോട്ടാണ് ഇത് വരുന്നത്. നമ്മൾ ഇനി മെയിൻ ആയിട്ടുള്ള പോർഷൻ ആണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, അതുപോലെ തന്നെ ഡെഫിനേഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന പോർഷൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. The above given are few examples from the history of human being where either we are influenced by other people or we influence other people's behaviors. Social psychology is the branch of psychology which studies human behavior in an array of social situations. അപ്പൊ മുകളിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് എന്താണ്, ജോബ് ഇന്റർവ്യൂവിന് പോകുന്നത്, അതുപോലെ നെൽസൺ മണ്ടേല, മഹാത്മാഗാന്ധി ഒക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ നിർഭയ കേസൊക്കെ ജസ്റ്റ് എക്സാമ്പിൾ ആണ് പറയാണ്. മറ്റുള്ളവരെ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണങ്ങളാണ് അത് മെയിൻ ആയിട്ടും പറയുന്നത്.
ഇത് തന്നെയാണ് ഏകദേശം സോഷ്യൽ സൈക്കോളജിയിലും പറയുന്നത്. ഒരു വ്യക്തിയുടെ പെരുമാറ്റം മറ്റുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട് നോക്കുകയാണെങ്കിൽ ഇത് സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു ബ്രാഞ്ച് ആണ്, ഒരു ശാഖയാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് എന്താണ്, ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടാണ്. അതായത് മനുഷ്യരുടെ പെരുമാറ്റത്തെ പറ്റിയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ ഏത് സാഹചര്യത്തില്, സോഷ്യൽ സിറ്റുവേഷനില്, അതായത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഒരു ഹ്യൂമൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ദ അറേ ഓഫ് സോഷ്യൽ സിറ്റുവേഷൻ. ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു ഹ്യൂമൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതാണ് ഒരു ഇൻട്രൊഡക്ഷനിൽ വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഡെഫിനേഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനേഷൻ എന്താണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ, അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാനായിട്ട് നോക്കുക. ബൈ ഹാർട്ട് ചെയ്യാനാണ് ഞാൻ പറയില്ല, കാരണം ഡെഫിനേഷൻ നമ്മൾ ഒരിക്കലും തെറ്റിച്ച് എഴുതാനായിട്ട് പാടില്ല. കാരണം എന്താണ്, ഒരാൾ പറഞ്ഞിട്ടുള്ളതാണ്, പ്രോപ്പർ ആയിട്ട് അവർ പറഞ്ഞ അതേ വാചകം തന്നെ നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് കാണാപാഠം തന്നെ പഠിക്കണം. നമുക്കത് അർത്ഥം വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് എഴുതാനായിട്ട് പറ്റുന്നതല്ല. നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാ, തെറ്റ് എഴുതി വെക്കരുത് കേട്ടോ. കാരണം ഡെഫിനേഷൻ ഒക്കെ തെറ്റി കഴിഞ്ഞാൽ മാർക്ക് നന്നായിട്ട് പോവാനായിട്ടുള്ള സാധ്യതയില്ല. അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ആ ഡെഫിനേഷൻ അങ്ങനെ തന്നെ എഴുതാനായിട്ട് നോക്കണം. അപ്പൊ അതാണ് ഡെഫിനേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പ്രോപ്പർ ആയിട്ട് പഠിക്കുക, ആ ആളുടെ പേരും വർഷവും പഠിക്കാനായിട്ട് നോക്കുക, അങ്ങനെ തന്നെ എഴുതാം. എല്ലാം കിട്ടിയില്ല, തെറ്റാണെന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എഴുതണ്ട, സ്കിപ്പ് ചെയ്യുക. കാരണം തെറ്റ് എഴുതി വെച്ചാല് ഡെഫിനേഷൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മാർക്ക് കുറയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഡെഫിനേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് പഠിക്കാനായിട്ട് നോക്കാം. ഇപ്പൊ ഡെഫിനേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ് അടുത്തത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കണേ. Social psychology is defined as the scientific study of how we feel about, think about, and behave toward the people around us, and how our feelings, thoughts, and behaviors are influenced by those people in the social context. കണ്ടോ, അതായത് സോഷ്യൽ സൈക്കോളജി മെയിൻ ആയിട്ടും ഒരു സയന്റിഫിക് സ്റ്റഡി ആണ്. ഇതിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ ഫീലിങ്സ്, തോട്ട്സ്, ബിഹേവിയേഴ്സ് ഒക്കെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് എന്ത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇതൊരു ഡെഫിനേഷൻ കസി, ഫെയിൻ ആൻഡ് മാർക്കസ് 2017 കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണിത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെഫിനേഷൻ പഠിക്കാം, ഇല്ലെങ്കിൽ അടിയില് ഗോർഡൻ ആൽപോർട്ടിന്റെ 1985 ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. Social psychology is defined as discipline that uses scientific method in an attempt to understand and explain how the thought, feeling, and behavior of individuals are influenced by actual or imagined or implied presence of others. ഇതാണ് ഗോർഡൻ ആൽപോർട്ട് കൊണ്ടുവന്നിട്ടുള്ള മെയിൻ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. കുറെ എന്താ പറയാ, ഇത്രയും പ്രശസ്ത ആയിട്ടുള്ള എന്ന് പറയില്ലേ, അത്രയും നല്ല ഒരു ഫേമസ് ആയിട്ടൊരു ഡെഫിനേഷൻ ആണ് ഗോൾഡൻ ആൽപോർട്ടിന്റെ സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനേഷൻ. ഗോൾഡൻ ആൽപോർട്ട് പറയുന്നത് എങ്ങനെയാണ്, സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് മെത്തേഡുകൾ യൂസ് ചെയ്ത് നമ്മൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ പ്രസൻസ് ഓഫ് അതേഴ്സിന്റെ പ്രസൻസിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കുന്ന, സയന്റിഫിക് മെത്തേഡുകൾ യൂസ് ചെയ്ത് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് സോഷ്യൽ സൈക്കോളജി. ഇതാണ് ഗോർഡൻ ആൽപോർട്ട് 1985 കൊണ്ടുവന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഡെഫിനേഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് ആ ഡെഫിനേഷൻ പഠിക്കാനായിട്ട് നോക്കാം കേട്ടോ.
ഒരു എപ്പോഴും നമ്മളൊരു ഇത് എഴുതുമ്പോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചെഴുതുമ്പോ ഫസ്റ്റ് തന്നെ അതിന്റെ ഒരു ഡെഫിനേഷനും കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞ ആ ഒരു പ്രോപ്പർ ആളുകളുടെ പേരും വർഷമൊക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ പഠിക്കുമ്പോ എപ്പോഴും അത് വെച്ച് പഠിക്കാനായിട്ട് നോക്കാം, പ്രോപ്പർ ആ ഡെഫിനേഷൻ തന്നെ പഠിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഞാൻ എഴുതിയ ആ ഒരു മോഡൽ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എഴുതിയതിൽ കണ്ടോ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. 5+5 ജൂൺ 2023 ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ വീണ്ടും ഡിസ്കസ് ദ ഡെഫിനേഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2024 ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ 10 മാർക്കിന്. വീണ്ടും ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. 5+5 ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഡിസംബർ 2023 ജൂൺ 2023 സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ജൂൺ 2024 നമ്മുടെ അടുത്ത് സെയിം ചോദ്യം തന്നെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്? നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പോർഷൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഇതിൽ നമ്മൾ ആൻസർ എഴുതുമ്പോ ആദ്യം തന്നെ എന്ത് ചെയ്യാ, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാനായിട്ട് നോക്കാം. നമുക്ക് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം. പിന്നെ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഡെഫിനേഷൻ ആണ് ഞാൻ അടിക്ക് എഴുതിയിരിക്കുന്നത്. ഒരു ഡെഫിനേഷൻ നമ്മൾ എഴുതുക, അതിൽ ആളുകളുടെ പേരും വർഷമൊക്കെ വെച്ച് കോട്ട് ചെയ്തോളൂ. ഞാനിത് അതിൽ എഴുതിയിട്ടില്ല, അത് എഴുതിയാൽ നല്ലതായിരിക്കും. ആളുകളുടെ പേരും വർഷമൊക്കെ വെച്ച് കോട്ട് ചെയ്ത് ഒരു ഡെഫിനേഷൻ എഴുതാം. പിന്നെയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന മെയിൻ കണ്ടന്റ് നമ്മൾ എഴുതേണ്ടത്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് എഴുതാം. അതിലൊരു 3 കാര്യങ്ങൾ വരുന്നുണ്ട്. സോഷ്യൽ സൈക്കോളജി അപ്ലൈ സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി, സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽ തോട്ട് ഫീലിംഗ് ആൻഡ് ബിഹേവിയർ, പിന്നെ സോഷ്യൽ സൈക്കോളജി സ്റ്റഡി ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇതാണ് 3 നേച്ചറിന്റെ ഉള്ളിൽ വരുന്നത്. പിന്നെയാണ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി വരുന്നത്. അതിലും കുറച്ച് പോയിന്റ് ആയിട്ട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 10 മാർക്കിനാണ് ഇത് എപ്പോഴും ചോദിച്ചിട്ടുള്ളത്. ആ 10 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ട് എഴുതാനായിട്ട് നോക്കാട്ടോ. അപ്പോ ഒരു മോഡൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പൊ ഹിസ്റ്ററി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾ എഴുതേണ്ടത് ഹിസ്റ്ററി ഓഫ് ആ ഒരു കാര്യമായിരിക്കും. ഹിസ്റ്ററി ഓഫ് എന്താണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ വീണ്ടും സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ ഹിസ്റ്ററിയിലേക്ക് കടക്കുക. ഹിസ്റ്ററിയിൽ ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏർലി ഡെവലപ്മെന്റ്സ് അങ്ങനെ ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളും കാര്യങ്ങളും എഴുതുക. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പാർട്ട് എഴുതിയിട്ട് നിർത്തുക. ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു നിർത്തി. അടുത്തത് വരുന്നത് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഈ നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത്, അല്ലെങ്കിൽ ഈ നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നോക്കണേ. Careful explanation of definition given above reveals that 3 major components that characterize the nature of social psychology. These characteristics have been further elaborated below. മോളിൽ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻസും കാര്യങ്ങളിലൊക്കെ കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? സോഷ്യൽ സൈക്കോളജി എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇതില് ഈ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ 3 കമ്പോണൻസ് ആണ് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കമ്പോണന്റുകളാണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ കമ്പോണന്റ് ആണ് സോഷ്യൽ സൈക്കോളജി അപ്ലൈ സയന്റിഫിക് മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കമ്പോണന്റ് ആണ് സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽ തോട്ട് ഫീലിംഗ് ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കമ്പോണന്റ് ആണ് സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്
എന്തൊക്കെയാണ് ചെയ്യുന്നത്, സോഷ്യൽ സൈക്കോളജിയുടെ ഉപകാരങ്ങള്, സോഷ്യൽ സൈക്കോളജി കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ സൈക്കോളജിയുടെ നേച്ചർ, പൊതുവെ സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ സൈക്കോളജി എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ട് പഠിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നേച്ചർ വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് എഴുതണ്ടേ, ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം സോഷ്യൽ സൈക്കോളജി എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ട്, സോഷ്യൽ സൈക്കോളജിനെ കൊണ്ട്, സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഇതൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആ ഒരു ആൻസർ ഷീറ്റ് വായിച്ചു നോക്കുമ്പോൾ ആൻസർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം. അങ്ങനെ ആയിരിക്കണം നേച്ചർ എഴുതുമ്പോൾ എപ്പോഴും എഴുതേണ്ടത്. ഇപ്പൊ നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ 3 കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെയാണ് സോഷ്യൽ സൈക്കോളജി അപ്ലൈ സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നതാണ്. അതായത് സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സയന്റിഫിക് ആയിട്ട് ഓരോ എക്സ്പെരിമെന്റുകളൊക്കെ വെച്ച് തെളിയിച്ച് അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളാണ്. വെറുതെ 5-6 തിയറീസ് എഴുതി തന്നിട്ട് അത് നമ്മുടെ അടുത്ത് പഠിക്കാനല്ല പറയുന്നത്. പകരം എന്താണ്, പ്രോപ്പർ ഡെഫിനീഷൻസും കാര്യങ്ങളും പ്രോപ്പർ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് എവിഡൻസ് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് ആ കാര്യം പഠിക്കാനായിട്ട് പറയുന്നത്. അതാണ് സിസ്റ്റമാറ്റിക് ആണ് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് ആണ് സോഷ്യൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Social psychology is scientific in nature. It applies the scientific method of systematic observation, description, and measurement to the study of the human behavior in social context. Social psychological studies refer to the data being collected through direct observation or experiment. Such experiments and observations are carried out carefully and reported in detail so that other investigators can repeat and verify the work. The scientific social psychology carries out 3 major activities: description, explanation, and prediction of social behaviors. Social psychology എന്താണ്? സയന്റിഫിക് ആണ്, അതിന്റെ നേച്ചറോടെ അത് സയന്റിഫിക് ആണ്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മെയിൻ ആയിട്ടും സയന്റിഫിക് ആണ് എന്ന് പറയാനുള്ള കാര്യം ഇതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ അങ്ങനത്തെ മെത്തേഡുകളാണ്. അതായത് ഇതിലിപ്പോ പറയുന്ന തിയറി, സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ ഒരുപാട് തിയറികൾ നോക്കുന്നുണ്ട്. ആ തിയറീസ് ഒക്കെ എന്താണ്, നമ്മൾ വെറുതെ വാരി വലിച്ച് എഴുതിയിരിക്കുന്നതല്ല, പ്രോപ്പർ ആയിട്ട് ഓരോ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്ത് ആ തിയറിയിൽ പറയുന്ന കാര്യം തെളിയിച്ചിട്ടാണ് അത് നമുക്ക് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കാനായിട്ട് തരുന്നത്. അതാണ് പറയുന്നത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് അതിനെ മെഷർ ചെയ്ത് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, സോഷ്യൽ സൈക്കോളജി സയന്റിഫിക് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒബ്സർവേഷൻസ് ഒക്കെയാണ് നന്നായിട്ട് യൂസ് ചെയ്യുന്നത്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെ ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിച്ചിട്ട് അവർ കണ്ട കാര്യങ്ങളും തെളിയിച്ച കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് തരുന്നത്. സോഷ്യൽ സൈക്കോളജി സയന്റിഫിക് ആണെന്ന് പറയുന്നതിൽ ഒരു 3 മേജർ ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇതില് ഡിസ്ക്രിപ്ഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു, ആ കാര്യത്തിനെ പറ്റിയിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പിന്നെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളും സോഷ്യൽ സൈക്കോളജി ചെയ്യുന്നുണ്ട്. ഒരു സോഷ്യൽ ബിഹേവിയറിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. സോഷ്യൽ സൈക്കോളജിയിൽ ഒരു തിയറി അല്ലെങ്കിൽ ഒരു സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സോഷ്യൽ ബിഹേവിയറിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട്, എന്തുകൊണ്ടാണ് ആളുകൾ ആ സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറിയത് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രഡിക്ഷനും നടത്തുന്നുണ്ട്, ഭാവിയിൽ ആളുകൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ള പ്രഡിക്ഷനും നടത്തുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും സോഷ്യൽ സൈക്കോളജി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്, ആദ്യം തന്നെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഒരാൾ ബിഹേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എക്സ്പ്ലനേഷൻ റീസണും തരുന്നുണ്ട്, എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ പെരുമാറി എന്നുള്ള റീസണും നമുക്ക് തരുന്നുണ്ട്. പിന്നെ പ്രഡിക്റ്റും ചെയ്യുന്നുണ്ട്, ആളുകള് ഭാവിയിൽ എങ്ങനെ പെരുമാറും എന്നുള്ള പ്രഡിക്ഷനും സോഷ്യൽ സൈക്കോളജി നമുക്ക് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്.
ഇതാണ് സോഷ്യൽ സൈക്കോളജി. എന്താണ് സയന്റിഫിക് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ പോയിന്റിൽ വരുന്നത്. രണ്ടാമത്തെയാണ് സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽസ് തോട്ട്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. സോഷ്യൽ സൈക്കോളജി എന്താണ് പഠിക്കുന്നത്? ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, പെരുമാറുന്നത് എന്നതിനെ പറ്റിയിട്ട് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽ തോട്ട്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കമ്പോണന്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ രണ്ടാമത്തെ കമ്പോണന്റ് ആണിത്. എന്താണ്? ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഇതിനെ പറ്റിയിട്ടും സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. The varied issues of the field of social psychology include individual thought, feeling and behavior. Cognition is referred as the manner in which people process information. Social psychology studies cognition that relate to social activity and that help us in understanding and predicting our social behaviors. Social psychology also studies the feelings we experience as an individual in our social life. What we think or feel in the social context is finally expressed through our behaviors in social interactions. Social psychology studies these behaviors in the form of cooperation, helping behavior, conflict, aggression, etc. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സൈക്കോളജി പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത്, എങ്ങനെയാണ് വ്യക്തി ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതെന്തിൽ വരുന്നതാണ്? കോഗ്നീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നതാണ്. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ തോട്ട്, ബിഹേവിങ് കാര്യങ്ങളൊക്കെ കോഗ്നീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു സോഷ്യൽ സൈക്കോളജിയിൽ കോഗ്നീഷൻ പഠിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള കോഗ്നീഷൻ ആണെന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ, മറ്റുള്ളവരുടെ പ്രസൻസിൽ ഒരു ഹ്യൂമൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ പറ്റിയിട്ട്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോ 3-4 വ്യക്തികൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ആൾക്കാരുടെ പ്രസൻസിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതിനെ പറ്റിയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജിയിൽ ഇതിനെ പറ്റിയിട്ടുള്ള കോഗ്നീഷൻ ആണ് പഠിക്കുന്നത്. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു വ്യക്തി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഒരു വ്യക്തി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ. നമ്മൾ ഫസ്റ്റ് തൊട്ടേ പറയുന്ന മെയിൻ പോയിന്റ് തന്നെയാണ് മറ്റുള്ളവരുടെ പ്രസൻസിൽ ഒരു വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടാണ് സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോഷ്യൽ സോഷ്യൽ തോട്ട്, ഫീലിംഗ്, ബിഹേവിയറിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. എപ്പോ? മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ആയിട്ടും സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്ന ഒരു മെയിൻ ഇമ്പോർട്ടന്റ് പോർഷൻ. അപ്പോ ഇതിൽ ഒരുപാട് തിയറീസ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു തിയറിയിൽ പറയുന്നുണ്ട് ആട്രിബ്യൂഷൻ, അതുപോലെ ഹ്യൂറിസ്റ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആട്രിബ്യൂഷനിൽ നമ്മൾ പറയുന്ന ഒരു തിയറി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് സോഷ്യൽ സൈക്കോളജി എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ആട്രിബ്യൂഷൻ എന്ന് പറയുന്ന തിയറിയിൽ ഇങ്ങനെയാണ്, നമ്മള് ഒരു കാര്യം ചെയ്യുന്നതിൽ അപ്പൊ റീസൺ കണ്ടെത്തുന്ന ആൾക്കാരാണ് ഹ്യൂമൻ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരൊക്കെ എന്ത് ഒരു കാര്യം ചെയ്താലും അവരിങ്ങനെ ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ റീസൺ കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും ജോലിക്ക് ഇരിക്കുകയാണ്. നമ്മളിപ്പോ 4 പേരും നമ്മൾ ജോലിക്ക് ഇരിക്കുകയാണ്. എന്നെയും കൂടി കൂട്ടിയിട്ട് 4 പേരും നമ്മൾ ജോലിക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരം വൈകി വന്നു. അപ്പൊ നിങ്ങൾ അതിനൊരു റീസൺ കണ്ടെത്തും. നിങ്ങളിപ്പോ ഒരാളെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഭയങ്കര മടിച്ചിയാണ്, ഞാൻ ഭയങ്കര ലേസി ആയിട്ടുള്ള ആളായതുകൊണ്ടാണ് ഞാൻ നേരം വൈകി വന്നത്. ഒരാളെ ചിന്തിക്കുകയാണ്, ഇവള് നേരം വൈകി വന്നത് ചിലപ്പോ ട്രാഫിക് ജാം ഉള്ളത് കൊണ്ടായിരിക്കും, അതുകൊണ്ടാണ് അവള് നേരം വൈകി വന്നതെന്ന് ഒരാള് ചിന്തിക്കും. മറ്റേ ആളെ ചിന്തിക്കും, അവള് ഇന്നും നേരം വൈകി വരുന്നതാണ്, അവൾക്ക് വീട്ടിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് അവൾ നേരം വൈകി വരുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ എന്തായിരിക്കും ആളുകൾ റീസൺസ് കണ്ടെത്താനായിട്ട് നോക്കും. അപ്പൊ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, ആ സമയത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ സമയത്ത് നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ കമ്പോണന്റ് പറയുന്നത്. നമ്മള് അതേഴ്സിന്റെ പ്രസൻസിൽ
എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടും സോഷ്യൽ സൈക്കോളജിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ആണ് സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ്. സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ആളുകളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ കോണ്ടെക്സ്റ്റുകളിൽ ഇൻഡിവിജ്വല് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടും സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. സെയിം തന്നെയാണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽ തോട്ട്, ഫീലിംഗ്സ്, ബിഹേവിയർ ഇൻ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സാമൂഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത് വ്യക്തികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. This component of social psychology refers that our behavior is influenced by the presence of other people and we also influence other people's behavior. അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മാത്രമല്ല പഠിക്കണേ, നമ്മൾ കാരണം കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെയാണ് മാറുന്നത്. ഇപ്പോ നിങ്ങളുടെ പ്രസൻസിൽ ഞാൻ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ വ്യക്തികളെയും പറ്റിയിട്ടും എല്ലാ രീതിയിലുള്ള ഹ്യൂമൻസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഫുൾ കവറേജ് ഉള്ള രീതിയിലാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റില് എങ്ങനെയാണ് ആളുകൾ ബിഹേവ് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, എസ്റ്റാബ്ലിഷ്മെന്റ്, തിയറീസ് ഒക്കെ ഒരുപാട് കാര്യങ്ങള് മൊത്തത്തിൽ നമ്മൾ എന്തിനു പഠിക്കുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നേച്ചറിൽ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യൽ സൈക്കോളജി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജി എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നേച്ചർ കൊണ്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. 3 കമ്പോണന്റ് ഉണ്ട്. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജി ചിന്തകളെ പറ്റിയിട്ട്, ഹ്യൂമന്റെ ചിന്തകളെ പറ്റിയിട്ട്, ഫീലിങ്ങിനെ പറ്റിയിട്ട്, ബിഹേവിയറിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ സൈക്കോളജി സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ വ്യക്തികൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ പറ്റിയിട്ടും പഠിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഓക്കെ ആണോ, ക്ലിയർ ആണോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന്? എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? 3 പോയിന്റ്സ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ്. ഞാൻ വീണ്ടും ആ ക്വസ്റ്റ്യൻ എടുത്ത് കാണിച്ചു തരാം നമ്മൾ എത്ര ഭാഗം കവർ ചെയ്തു എന്നുള്ളത് കേട്ടോ. നമ്മള് നേച്ചർ ആൻഡ് സ്കോപ്പ് ചോദിച്ചതിൽ നേച്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി, സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഡെഫിനേഷൻ എഴുതി, പിന്നെ നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി എഴുതി. 3 പോയിന്റ്സ് ഉണ്ട്, അതായത് 3 കമ്പോണൻസ് ഉണ്ട്. ആ 3 കമ്പോണൻസ് എടുത്തെഴുതി. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 കമ്പോണൻസ് നമ്മൾ എടുത്തെഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ 3 കമ്പോണൻസിനും എക്സ്പ്ലെയിൻ ചെയ്തു. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജി ഇൻഡിവിജ്വൽസിന്റെ തോട്ട്സ്, ഫീലിംഗ്, ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നു. സോഷ്യൽ സൈക്കോളജി സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടും പഠിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എഴുതി. അപ്പൊ തന്നെ നമ്മുടെ ഏകദേശം ഒരു 2-3 പേജ് എന്തായി, കവറായി. അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് എഴുതേണ്ടത് സ്കോപ്പ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നാളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നാളെ നമുക്ക് സ്കോപ്പ് എടുക്കാനായിട്ട് നോക്കാം. ഇത്രയും എടുത്തതിൽ ഇൻട്രൊഡക്ഷനും അതുപോലെ നേച്ചർ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത പോർഷൻ ഉണ്ടോ? ഓക്കെ ആണല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ക്ലാസ് നമ്മൾ നാളെ എടുക്കും, നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോ എന്ത് ചെയ്യാ, ഇനി നിങ്ങളൊന്ന് ചെന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ വായിച്ചു നോക്കുക. ലെക്ചർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ലെക്ചർ പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് എഴുതുക, ക്ലിയർ ഡെഫിനറ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാ, എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പോർഷനിൽ നിന്ന് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ആ നോട്ട് ഒന്ന് ഗ്രൂപ്പിലിടുവോ? ഇത് നേച്ചറിന്റെ
ടൈപ്പ് ചെയ്ത് അയച്ചോ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ മാം കാണിച്ചിട്ടില്ലേ സോഷ്യൽ സൈക്കോളജിന്റെ നേച്ചർ? സോഷ്യൽ സൈക്കോളജിയുടെ നേച്ചർ ഇപ്പൊ മാം കാണിച്ചു തന്നിട്ടില്ലേ? ആ ആ ആ ഒന്ന് ഗ്രൂപ്പിൽ ഇടുവോന്ന്? ഗ്രൂപ്പിലിടാം. ഓക്കെ മാം, താങ്ക് യു. ഈ ഒരു പോയിന്റ് നോട്ട് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഗ്രൂപ്പിൽ ഇടും. എന്നിട്ട് ഈ ഒരു മോഡൽ അനുസരിച്ചായിരിക്കും ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെയാണ് ഇനി എഴുതേണ്ടത്. ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരും. അതുപോലെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് ഓരോ ചാപ്റ്ററിനൊപ്പം തന്നെ നമ്മൾ ചെയ്തു പോകുന്ന കാര്യമാണ് കേട്ടോ. ഇതെന്തായാലും മോഡലായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.